എല്ലാവർക്കും ഷേപ്പ് ഓൺലൈൻ PH. നമുക്ക് ആദ്യം അച്ചടി മാധ്യമങ്ങളെ കാണാം. അച്ചടി മാധ്യമം എന്ന് പറഞ്ഞാൽ പത്രമാണ്. പത്രത്തിൻ്റെ സാധാരണ PSC ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ. ഇപ്പോൾ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് സ്ഥിരമൊരു ചോദ്യമാണ്. അത് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോനാണ്. കുഞ്ഞിരാമ മേനോൻ, മറന്നു പോകരുത്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. ഈ മലയാളത്തിലെ ആദ്യ പത്രമേതെന്ന് ചോദിച്ചു. അത് രാജ്യസമാചാരമെന്ന് നമുക്കറിയാം. ഹെർമൻ ഗുണ്ടട്ട് പ്രസിദ്ധീകരിച്ച, ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടട്ട് തലശ്ശേരിയിൽ ഇല്ലിക്കുന്ന് എന്ന സ്ഥലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരം. രണ്ടാമത്തെ പത്രം ചോദിക്കാം. അത് പശ്ചിമോദയം എന്ന പത്രമാണ് രണ്ടാമതായിട്ട് മലയാളത്തിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചത്, പശ്ചിമോദയം. ഇനി ഇന്ന് നിലവിലുള്ള ഏറ്റവും പഴയ പത്രം ഏതെന്ന് ചോദ്യത്തിന് അത് ദീപിക എന്നാണ് ഉത്തരം. ഇന്ന് ദീപിക, ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള പത്രം ദീപിക. 1987 അത് പ്രസിദ്ധീകരണം ആരംഭിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, മലയാളത്തിലെ ആദ്യ പത്രം നമുക്കറിയാം രാജ്യസമാചാരമാണ്. രണ്ടാമത്തെ പത്രം പശ്ചിമോദയം എന്ന പത്രമാണ്. എന്നാൽ ഇന്ന് നിലവിലുള്ള ഈ രണ്ട് പത്രവും ഇന്നില്ല. മലയാളത്തിൽ രാജ്യസമാചാരവും ഇല്ല, പശ്ചിമോദയവും ഇല്ല. എന്നാൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും പഴയ പത്രം ദീപികയാണ്. ഈ ദീപികയുടെ ഒരു പ്രത്യേകത, ഇൻ്റർനെറ്റ് എഡീഷൻ ആദ്യമായി തുടങ്ങിയ മലയാള പത്രം ഏതെന്ന ചോദ്യത്തിനും ദീപിക എന്ന് തന്നെയാണ് ഉത്തരം. ഇൻ്റർനെറ്റ് എഡീഷൻ ആദ്യമായി മലയാളത്തിൽ തുടങ്ങിയ പത്രം അത് ദീപികയാണ്. അതുപോലെ തന്നെ ഈ മലയാളത്തിൽ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രം ഏതെന്ന് ചോദിക്കാം. പലരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ABCയുടെ കണക്ക് പ്രകാരം, ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ്റെ കണക്ക് പ്രകാരം മലയാള മനോരമയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത്. അറിയുക, മനോരമയുടെ സ്ഥാപകനായിരുന്നൊരു ചോദ്യം ചോദിക്കാം. അത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണെന്നറിയാം. കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാള മനോരമ സ്ഥാപിച്ചത്. എന്നാൽ മലയാള മനോരമയ്ക്ക് ആ പേര് നൽകിയത് ആരെന്നുള്ള ചോദ്യം വരാം. അത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് മലയാള മനോരമ എന്ന പേര് നൽകിയതെന്ന് അറിയുക. അത് അറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ 2-3 കാര്യങ്ങൾ അറിയുക. ഒന്ന്, പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. മലയാളത്തിലെ ആദ്യ പത്രം എന്ന് പറയുന്നത് രാജ്യസമാചാരം. രണ്ടാമത്തെ പത്രം പശ്ചിമോദയവുമാണ്. ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും പഴയ പത്രം ദീപികയാണ്. ഇൻ്റർനെറ്റ് എഡീഷൻ ആദ്യമായി തുടങ്ങിയ പത്രവും ദീപികയാണ്. ഏറ്റവും പ്രചാരമുള്ള ദിനപത്രം മലയാള മനോരമയാണ്. 1888 സ്ഥാപിതമായി കോട്ടയത്ത്. അതിൻ്റെ സ്ഥാപകന് ചോദിച്ചാൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് അത് സ്ഥാപിച്ചതെന്നറിയുക. ഈ മനോരമയ്ക്ക് ആ പേര് നൽകി കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണെന്നും അറിയുക. ഇനി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരാണ്. സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപർ K. രാമകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ള എന്നാണ്. അത് ഈ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അത് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്. ആ സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണെന്ന് അറിയുക. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി ഒരു ചോദ്യം ഇതോടനുബന്ധിച്ച് തന്നെ ചോദിക്കാം. ഈ അല്ലമീൻ പത്രം ആരംഭിച്ചത് ആരാണ്? അല്ലമീൻ, മറന്നു പോകരുത്. അല്ലമീൻ പത്രം സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അപ്പോൾ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്, അല്ലെ വക്കം മൗലവിയാണ്. എന്നാൽ അല്ലമീൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? തീർച്ചയായിട്ടും അറിയാം. അത് അബ്ദുൽ ഖാദർ മൗലവിയാണ്. അല്ല, മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അല്ലമീൻ എന്ന പത്രം സ്ഥാപിച്ചത്. ഇനി മാതൃഭൂമി ദിനപത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപരാരാണ്? ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമി ദിനപത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ അത് KP കേശവ മേനോനാണെന്നറിയുക. കോഴിക്കോടാണ് എൻ്റെ ആസ്ഥാനമൊന്നും അറിയുക. മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ പല എഡീഷനും ഉണ്ടെങ്കിലും അതിൻ്റെ ബേസ്, അതിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. അപ്പോൾ മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്ന ചോദ്യത്തിൽ KP കേശവ മേനോൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ മിതവാദി എന്ന പത്രം ആരംഭിച്ചതെന്നറിയാം. മിതവാദി എന്ന പത്രത്തിൻ്റെ പത്രാധിപർ കുമാരനായിരുന്നു എന്ന് അറിയുക. മിതവാദി കുമാരൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മലയാളത്തിൽ ആദ്യമായി നിരോധിച്ചൊരു പത്രമുണ്ട്. അത് പത്രം സന്തുഷ്ടവാദി ദിനപത്രമാണെന്നറിയുക. ആദ്യമായി നിരോധിച്ച പത്രമാണ് സന്തുഷ്ടവാദി ആ ദിനപത്രം. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ മാതൃഭൂമി പത്രത്തിൻ്റെ
സ്ഥാപകനാരെന്ന് നോക്കുക, അത് KP കേശവമേനോനാണ്. 3-4 കാര്യങ്ങൾ. പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ പത്രം എന്ന് പറയുന്നത് രാജ്യസമാചാരവും, രണ്ടാമത്തെ പശ്ചിമോദയവുമാണ്. ഇന്ന് നിലവിലുള്ള ഏറ്റവും പഴയ പത്രം ഏതാണ്? ദീപികയാണ്. ഇൻ്റർനെറ്റ് എഡിഷൻ ആദ്യമായി തുടങ്ങിയ പത്രം ദീപിക തന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള മലയാള ദിനപത്രം മലയാള മനോരമയാണ്. സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരെയാണ് ചോദിക്കുക, അത് സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ളയാണ്. ആ പത്രത്തിൻ്റെ സ്ഥാപകൻ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനെ ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുക. അതുപോലെ അല്ലമീൻ പത്രത്തിൻ്റെ ആണെങ്കിൽ പറയേണ്ടത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്നാണ്. മാതൃഭൂമി ദിനപത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ KP കേശവമേനോനാണ്. കൃത്യമായിട്ടത് ഓർത്തിരിക്കുക. ആദ്യകാല കുറേ പത്രങ്ങളുണ്ട്, അതും കൂടി ഒന്ന് കണ്ടു വേണം പോകാനായിട്ട്. അറിയുക, കേസരി എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ദിവസത്ത് കാണുന്നില്ല, പത്രാധിപരുടെ പേരുകളാണ്. കേസരി എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു എന്ന് ചോദിക്കാം. അത് ബാലകൃഷ്ണപിള്ളയാണെന്നറിയാം. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ കേസരി ബാലകൃഷ്ണപിള്ള എന്നാണ്. അപ്പോൾ കേസരി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായി പ്രവർത്തിച്ചത് ബാലകൃഷ്ണപിള്ളയാണെന്നറിയുക. സഹോദരൻ എന്നൊരു പത്രം ഉണ്ടായിരുന്നു കേരളത്തിൽ. സഹോദരൻ, ആ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത് K. അയ്യപ്പനാണെന്നറിയുക. അതുപോലെ കേരള പത്രിക എന്ന ഒരു പത്രമുണ്ട്. ആ പത്രത്തിൻ്റെ പത്രാധിപർ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. എന്നാൽ സഞ്ചാരി എന്ന പത്രം കേരളത്തിലുണ്ടായിരുന്നു. അതിൻ്റെ പത്രാധിപർ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. സഞ്ചാരി എന്ന പത്രത്തിൻ്റെ പത്രാധിപർ. കേരളമിത്രം എന്നൊരു പത്രം ഉണ്ടായിരുന്നു. അത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. മലയാള മനോരമ പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ മറ്റൊരു പത്രമായിരുന്നു കേരളമിത്രം എന്നറിയുക. ഇനി മിതവാദി എന്നൊരു പത്രമാണ് നടത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞു കുമാരൻ, അതായത് മൂർക്കോത്ത് കുമാരനാണ് മിതവാദി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത്. അല്ലമീൻ എന്ന പത്രത്തിൻ്റെ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആണ്. അല്ലമീൻ എന്നുള്ള പത്രത്തിൻ്റെ കേരള കൗമുദി പത്രം അതിൻ്റെ പത്രാധിപരായിരുന്നത് സുകുമാരൻ ആയിരുന്നെന്നറിയുക. അപ്പോൾ ഇത് വളരെ സ്ഥിരമായിട്ട് ചോദിച്ചിരുന്ന, അല്ലെങ്കിൽ വളരെ വ്യാപകമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഈ പറഞ്ഞത്. കേസരി എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ബാലകൃഷ്ണപിള്ളയാണ്. സഹോദരൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ K. അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ എന്ന് കേട്ടിട്ടുണ്ട്. K. അയ്യപ്പനാണ്, സഹോദരൻ അയ്യപ്പനാണ്. കേരള പത്രിക അത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. എന്നാൽ സഞ്ചാരി എന്ന പത്രം കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണെന്ന് അറിയുക. കേരളമിത്രം എന്ന പത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ തന്നെയാണ്. മിതവാദി എന്ന പത്രം മൂർക്കോത്ത് കുമാരൻ പത്രാധിപരായിരുന്ന പത്രമാണ്. അതുപോലെ തന്നെ അലമീൻ എന്ന പത്രം മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് അതിൻ്റെ പത്രാധിപരായിരുന്നതെന്നറിയുക. കേരള കൗമുദി പത്രം സ്ഥാപിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ പത്രാധിപരായിരുന്നത് സുകുമാരൻ ആണെന്ന് അറിയുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഴയകാല അല്ലെങ്കിൽ ആദ്യകാല പത്രങ്ങളെക്കുറിച്ച് അറിയണം. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. അതുകൊണ്ട് അതൊന്ന് നല്ലപോലെ പഠിച്ച് ഓർത്തിരിക്കുക. ഉണി കിടക്കാറായില്ലടാ. അതിനകത്ത് നമുക്ക് ടെലിവിഷനെക്കുറിച്ച് 2 കാര്യങ്ങൾ കാണാം. ടെലിവിഷൻ കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. കേരളത്തിലെ മാത്രമേ പറയുന്നുള്ളൂ. ഇന്ത്യയിലെ ടെലിവിഷനോ അല്ലെങ്കിൽ ഈ റേഡിയോ ഒക്കെ വരുമ്പോൾ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മാത്രമായിട്ട് ഇത് പഠിക്കുക. കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച വർഷം 1982 തിരുവനന്തപുരത്ത് നിന്ന്. 1982 അത് സംപ്രേഷണം ആരംഭിച്ചത് കേരളത്തിൽ. അന്ന് ഹിന്ദി ആയിരുന്നു. പിന്നീട് അത് മലയാളത്തിൽ സംപ്രേഷണം തുടങ്ങിയത് 1985 ജനുവരി 1 അപ്പോൾ ടെലിവിഷൻ ആദ്യമായി കേരളത്തിൽ സംപ്രേഷണം തുടങ്ങിയത് എന്നാണെന്നറിയുക. അത് 1982 തിരുവനന്തപുരത്ത് നിന്നായിരുന്നു ആദ്യ സംപ്രേഷണം, മലയാള സംപ്രേഷണം. കേരളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ഏഷ്യാനെറ്റ് ആണെന്ന് അറിയുക. മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ അത് ഏഷ്യാനെറ്റാണ്. ആദ്യമായി മലയാളത്തിൽ സംപ്രേഷണം തുടങ്ങിയ വർഷം, അതായത് ടെലിവിഷൻ ആദ്യമായിട്ട് മലയാളത്തിൽ സംപ്രേഷണം തുടങ്ങിയ 1985 ജനുവരി 1. ഈ 2 തീയതി പഠിച്ചിരിക്കണം.
ഒന്ന് 1982 ആദ്യമായിട്ട് ആരംഭിച്ച് ഹിന്ദിയിലായിരുന്നു അന്ന് സംപ്രേഷണം ഉണ്ടായിരുന്നത്. പിന്നീട് അത് മലയാളത്തിൽ സംപ്രേഷണം തുടങ്ങിയത് 1985 ജനുവരി 1-നാണെന്നറിയാം. അത് രണ്ടും രണ്ടായിട്ട് പഠിക്കുക. 1982 അതായത് കളർ ടെലിവിഷൻ വന്നതൊക്കെ അന്ന് തന്നെയാണ്, 82 തന്നെയാണ്. അക്കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ഏതാണ്? സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റാണ്. ആദ്യം മുഴുവൻ സമയ വാർത്താ ചാനൽ തുടങ്ങിയത് ഇന്ത്യ വിഷൻ എന്നുള്ള ടെലിവിഷനാണ്, ഇന്ത്യ വിഷൻ. ഇനി കേരളത്തിലെ ആദ്യ ഉപഗ്രഹ ചാനൽ ഏതാണെന്ന് ചോദിക്കാം. അത് ഏഷ്യാനെറ്റാണ് ആദ്യ ഉപഗ്രഹ ചാനൽ. എന്നാൽ രണ്ടാമത്തെ ഉപഗ്രഹ ചാനൽ അത് ദൂരദർശൻ്റെ ആണെന്ന്, സ്വകാര്യ മേഖലയുള്ളത് സൂര്യ ടി വിയുടെ ആണെന്ന് അറിയുക. ആദ്യത്തേത് ഏഷ്യാനെറ്റാണ്, രണ്ടാമത്തേത് സൂര്യ ടി വിയാണ്. ഇനി വിദ്യാഭ്യാസ ഉപഗ്രഹ ചാനലിൽ നിന്ന് കിട്ടുന്ന പരിപാടികളുണ്ട്. അത് വിക്ടേഴ്സ് ചാനലിലാണ് ആ ഒരു പരിപാടി കിട്ടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ ടി വിയെ സംബന്ധിച്ചുള്ള ഒന്ന് മനസ്സിലാക്കുക. ദൂരദർശനാണ് ആദ്യം കേരളത്തിൽ സംപ്രേഷണം ആരംഭിച്ചത്. അത് ആദ്യം ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ്. മലയാളത്തിലല്ല, കേരളത്തിൽ നിന്ന് ആദ്യം സംപ്രേഷണം നടത്തിയത് 1982 തിരുവനന്തപുരത്ത് നിന്നാണ്. ഇനി അത് മലയാളത്തിൽ ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്ത് തുടങ്ങിയത് 1985 ജനുവരി 1 മുതലാണെന്നും അറിയുക. കേരളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ഏഷ്യാനെറ്റ് അറിയാം. അതുപോലെ ആദ്യ ഉപഗ്രഹ ചാനലും ഏഷ്യാനെറ്റിൻ്റെ തന്നെയാണെന്ന് അറിയുക. ഈ രണ്ടാമത്തെ ഉപഗ്രഹ ചാനൽ പറഞ്ഞാൽ അത് സൂര്യ ടി വിയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഈ വാർത്താ ചാനൽ, ആദ്യത്തെ മുഴുനീള വാർത്താ ചാനൽ തുടങ്ങിയത് ഇന്ത്യ വിഷൻ എന്ന ചാനലാണെന്നും കൂടി അറിയുക. ആ കാര്യങ്ങൾ ഈ എഡ്യൂസാറ്റിൻ്റെ സഹായത്താൽ ഒരു ചാനൽ നടത്തുന്നത്, വിദ്യാഭ്യാസ പരിപാടികൾ ലഭിക്കുന്ന ചാനൽ ഏതാണെന്ന് ചോദിക്കുക. അത് വിക്ടേഴ്സ് ചാനലാണെന്ന് അറിയുക. വിക്ടേഴ്സ് ചാനൽ. അത് ഇത്രയും കാര്യങ്ങളൊന്ന് ടെലിവിഷനെ സംബന്ധിച്ചിടത്തോളം ഈ 2-3 കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ചോദ്യം വരുന്ന ഇതാണ്: കേരളത്തിൽ നിന്ന് ആദ്യമായി ടെലിവിഷൻ പ്രക്ഷേപണം ആരംഭിച്ച വർഷം. വ്യത്യാസം മനസ്സിലാക്കുക. ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് മലയാളത്തിലല്ല, അത് ഹിന്ദിയിലായിരുന്നു. അത് തിരുവനന്തപുരത്ത് നിന്നാണ് തുടങ്ങിയത്. 1982 ആദ്യ പ്രക്ഷേപണം. എന്നാൽ ആദ്യ മലയാള പ്രക്ഷേപണം അത് 1985 ജനുവരി 1. എല്ലാം തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ അത് ആ 2 ഒന്ന് വ്യത്യാസം. ആദ്യത്തെ പ്രക്ഷേപണം എന്നാണ്, ആദ്യത്തെ പ്രക്ഷേപണം 1982. ആദ്യത്തെ മലയാള പ്രക്ഷേപണം 1985. ചെവിയെന്നുള്ളിൽ പഠിക്കുക. 82 ആദ്യ പ്രക്ഷേപണം, 85 മലയാള പ്രക്ഷേപണം. കൃത്യമായിട്ടത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ തീയതി കൂടി ഒന്ന് ഓർത്തിരിക്കുക. മലയാളം തുടങ്ങിയത് 1985 ജനുവരി 1 അത് തുടങ്ങിയതെന്നറിയാം. ആദ്യ മുഴുനീള വാർത്താ ചാനൽ വയ്ക്കുക ഇന്ത്യ വിഷനാണ്. ആദ്യ ഉപഗ്രഹ ചാനൽ വയ്ക്കുക ഏഷ്യാനെറ്റാണ്. ആദ്യ എഡ്യൂസാറ്റിൽ നിന്നുള്ള ആദ്യ വിദ്യാഭ്യാസ ചാനൽ ഏതാണെന്ന് ചോദിക്കുക. അത് വിക്ടേഴ്സ് ചാനലാണ് എന്നും അറിയുക. അത്തരം കാര്യങ്ങളതൊന്ന് ടെലിവിഷൻ സംബന്ധിച്ച് ഓർത്തിരിക്കാം. അടുത്ത നമുക്ക് റേഡിയോയെക്കുറിച്ച് 2 കാര്യങ്ങൾ കാണാം. മലയാളത്തിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് അത് 1939 മദ്രാസിൽ നിന്നാണ് അന്നത്തെ പ്രക്ഷേപണം കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് മലയാളത്തിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം നടന്ന വർഷം 1939 മദ്രാസിൽ നിന്ന്. ഈ ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണിയായ ഒരു വർഷമുണ്ട്. അത് 1936 അറിയണം. ഓൾ ഇന്ത്യ റേഡിയോ ആയിരുന്നു ആദ്യം. അത് പിന്നീട് അത് ആകാശവാണി. ആ പേര് നൽകിയത് നമുക്കറിയാം. അത് രവീന്ദ്രനാഥ ടാഗോറാണ് ആ പേര് നൽകിയത്, ആകാശവാണി എന്നുള്ള പേര് നൽകിയത്. ആ ആകാശവാണി ആയത് 1936 തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്തൊരു വർഷമുണ്ട്. അത് 1950 അത് ഏറ്റെടുക്കുന്നതെന്ന് അറിയുക. തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ ആദ്യം ഉണ്ടായിരുന്ന അതാണ് തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷനാണ്. അത് ഈ ഓൾ ഇന്ത്യ റേഡിയോയിലെ ആകാശവാണി ഏറ്റെടുക്കുന്നത് 1950. കേരളത്തിലെ ആദ്യ FM ഏതെന്നൊരു ചോദ്യം വരാം. അത് കൊച്ചി FM ആണെന്ന് അറിയുക. കൊച്ചി FM ആണ്. എന്നാൽ സ്വകാര്യ മേഖലയിലെ ആദ്യ FM എന്ന് പറഞ്ഞാൽ അത് റേഡിയോ മാംഗോയാണ്. 2007 അത് പ്രക്ഷേപണം ആരംഭിച്ചതെന്ന് അറിയുക. കേരളത്തിൽ റേഡിയോ സർവീസ് ആരംഭിച്ച വർഷമുണ്ട്. 1943 മാർച്ച് 12 കേരളത്തിൽ റേഡിയോ സർവീസ് ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യ പ്രക്ഷേപണം നടത്തിയ വ്യക്തിയെ ചോദിക്കാം. അത് കൊല്ലങ്കോട് വാസുദേവ രാജയാണ് ആ പ്രക്ഷേപണം നടത്തിയതെന്ന് അറിയുക. അപ്പോൾ നോക്കുക, റേഡിയോയെക്കുറിച്ച് 2 കാര്യങ്ങളെ അറിയേണ്ടതുള്ളൂ. മലയാളത്തിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് അത് 1939 മദ്രാസിൽ നിന്നാണ്. ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണിയായ വർഷം നമുക്കറിയാം 1936. തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്ത വർഷം അറിയാം 1950 കേരളത്തിലെ ആദ്യ FM ഏതെന്ന് ചോദിക്കാം. അത് കൊച്ചി FM ആണ്. സ്വകാര്യ മേഖലയിലെ ആദ്യ FM ചോദിച്ചാൽ അത് റേഡിയോ മാംഗോയാണ്. മലയാള മനോരമയുടെ റേഡിയോ മാംഗോയാണ്. അത് 2017 അത് പ്രക്ഷേപണം ചെയ്യുന്നത്. കേരളത്തിൽ റേഡിയോ സർവീസ് ആരംഭിച്ച വർഷം ചോദിച്ചാൽ അത് 1943 മാർച്ച് 12 അറിയുക. കേരളത്തിലെ ആദ്യ പ്രക്ഷേപണം
നടത്തിയ വ്യക്തി ചോദിച്ചാൽ കൊല്ലങ്കോട് വാസുദേവൻ രാജ, വാസുദേവരാജ എന്ന വ്യക്തിയാണെന്നും അറിയുക. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ അത് പഠിച്ചിരുന്നാൽ ആകാശവാണിയെക്കുറിച്ചും അത്യാവശ്യ കാര്യങ്ങൾ നമുക്കായി പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അത്തരത്തിൽ എഴുതാൻ തയ്യാറാകുക.